ആമേ. എടാ സുധിയേ, നീ ഇനി എണീറ്റില്ലേ? എണീച്ചമ്മേ. ഇന്ന് ഞായറാഴ്ച അല്ലേ? ഓ, ഇന്നെനിക്ക് പോണ്ടല്ലോ അല്ലേ, ലീവല്ലേ? പിന്നെന്താ രാവിലെ തന്നെ വിളിച്ചേ? എടാ അതൊരു കാര്യം പറയാൻ വിളിച്ചതാണ്. നിന്റെ അടുക്ക ഞാൻ കുറേ നാളായില്ലേ വരണം എന്ന് വിചാരിക്കുന്നത്. ഏതായാലും ഞാൻ അടുത്ത ആഴ്ച അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാനൊരു തീരുമാനം? അപ്പൊ അച്ഛനോ? അത് അച്ഛനില്ല. അച്ഛന് വയോജനങ്ങളൊരു ടൂറുണ്ട് ഒരാഴ്ചത്തെ. അതിന് അച്ഛൻ പോകുന്നുണ്ട് പോലും. ഞാൻ ഏതായാലും ഇപ്രാവശ്യം വരുന്നില്ല എന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് നിൻ്റെ അടുത്ത് വന്ന് നിൽക്കാമല്ലോ കുറച്ച് ദിവസം. അതുകൊണ്ട് ഞാൻ എന്തായാലും അടുത്ത ആഴ്ച അങ്ങോട്ട് വരാം. അപ്പോൾ നീ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അടുത്ത ശനിയാഴ്ചത്തേക്ക് ട്രെയിനിനൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തത്. സ്റ്റേഷനിൽ ഞാൻ എങ്ങനെയും ഇവിടുന്ന് വന്നോളും. പിന്നെ അവിടെ ഇറങ്ങിയാൽ നീ എന്നെ കൂട്ടാൻ വേണ്ടി വന്നാൽ മതി. എന്നാ ശരിയമ്മേ. എന്നാൽ ശരി കേട്ടാ, നീ വിളിക്ക്. ഓക്കെ. എടി മോളെ, നീ എണീച്ചേ? നിനക്ക് വമ്പ സർപ്രൈസ് വരുന്നുണ്ട്. എന്നാട്ടോ സർപ്രൈസ്? അമ്മ വരുന്നുണ്ട് പോലും. അമ്മയാ? അമ്മ തന്നെ. അമ്മയാ? അച്ഛൻ എന്തോ ടൂർ പോകുന്നുണ്ട് പോലും ഒരാഴ്ചത്തേക്ക്. അതുകൊണ്ട് അമ്മ വീട്ടിൽ ഫ്രീ ആണ്. അതുകൊണ്ട് കുറച്ചു കാലം ഇവിടെ വന്ന് നിൽക്കാന്ന് വെച്ചിട്ട്. അയ്യോ, അപ്പൊ ഇനി എന്നാ ചെയ്യുക? പണി കിട്ടുവേട്ടാ? കുഴപ്പമൊന്നുമില്ല, ഒരാഴ്ചത്തേക്കല്ലേ, നമുക്ക് നോക്കാം. നീ എണീക്ക്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിൽ നോക്കാം. അമ്മ യാത്രയൊക്കെ സുഖമായിരുന്നാ? എന്ത് കോലാന്നടി ഇത്? ഇതെന്ത് ഡ്രസ്സാ നീ ഇട്ടിന്? ഇതെന്ത് ഡ്രസ്സാന്നടാ ഇവളിട്ടിന്? ഇങ്ങനത്തെ കോലം കിട്ടുമ്പോൾ നീ ഒന്നും പറയലില്ല? എൻ്റെ അമ്മ, ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമാണ്. അമ്മക്ക് ഇതൊന്നും വലിയ പരിചയമില്ലാത്തോണ്ടാ. അമ്മ വാ, അത് കയറിയാട്ടെ. ഓ ശരി. അതൊന്നും കാര്യാക്കണ്ട. എടാ സുധി, എന്നാമേ? എടാ ഈട് ഇതുവരെ ചായയും കടിയൊന്നും റെഡി ആയിട്ടില്ലേ? നമ്മളെല്ലാം വീട്ടിൽ 7 മണിക്ക് എല്ലാരും ചായ കുടിക്കുമല്ലോ, ഇപ്പൊ 8 മണിയായില്ല. എൻ്റെ അമ്മ എല്ലാം അടുപ്പത്തെല്ലാം റെഡി ആവുന്നുണ്ട്. അമ്മ ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് വാ, അപ്പത്തേക്ക് എല്ലാം സെറ്റാക്കാം. വാ, വന്നേ മറക്ക്. ഓ പ്രിയേ, അപ്പൊ നീ ഇപ്പൊ നമ്മളെപ്പരി ഇരിക്കാന്ന്? നിനക്ക് പിന്നെ ഇരുന്നാ പോരെ? എന്റെ കാര്യം പോട്ട്, എന്നാ ഇവന്റെ കാര്യോ? എപ്പ ഇങ്ങനെയാ? ഇവന്റെ അച്ഛനെല്ലാം തിന്ന് തീരുന്നവരെ ഞാൻ അവിടുന്ന് മാറൂല, വിളമ്പി കൊടുത്തോണ്ടിരിക്കും. എന്നിട്ട് എണീറ്റിട്ടാകുമ്പോ ഞാൻ പിന്നെ എന്തെങ്കിലും കഴിക്കല്. നമ്മളെല്ലാം കഴിച്ചതിന് ശേഷം നിനക്ക് കഴിച്ചാ പോരെ? അങ്ങനെയല്ലേ സാധാരണ പെണ്ണുങ്ങൾ ചെയ്യുക. അതെല്ലാം നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതല്ലേ? എൻ്റെ അമ്മ ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല, കാലെല്ലാം മാറിയില്ലേ. ഇപ്പൊ അങ്ങനെ ഭാര്യ ഭർത്താവ് അങ്ങനത്തെ വേർതിരിവൊന്നുമില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് തന്നെയാണ് ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത്. അമ്മക്കൾ ഇത് ആദ്യമായിട്ട് കാണുന്നോണ്ടായിരിക്കും. നിനക്കൊന്നും ഇത് പറഞ്ഞാലൊന്നും മനസ്സിലാവൂലടാ. അയ്യോ, എൻ്റെ മോനിങ്ങനെ ആയിപ്പോയല്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിച്ചോ, ഞാൻ എണീറ്റിട്ട് അപ്പുറത്തുനിന്ന് ഇടുന്ന കഴിച്ചോളാം. എനിക്ക് ഇതൊന്നും കാണാൻ കഴിയില്ല. ഈശ്വരാ, കലികാലം എന്ന് പറയണ്ട്. അമ്മേ, എങ്ങനെയുണ്ട് ഈ പ്രശ്നത്തെ കൃഷിയൊക്കെ നാട്ടില്? കൃഷീൻ്റെ കാര്യമൊന്നും പറയേ വേണ്ട. വെറുതെ പണിക്കാർക്ക് കൂലി കൊടുക്കാൻ. എന്നാ ഒരു കാര്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല. നെല്ല് കിട്ടിയത് തേച്ച് ചായയാണ് ഈ പ്രാവശ്യത്തത്. ഏട്ടാ, അലക്കാനുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിലേക്ക് തുണിയിട്ടേ കേട്ടാ, ഞാൻ ഇപ്പൊ അലക്കും. ഡ്രസ്സ് ഞാൻ ഇട്ടോളാം, നീ നിന്റെ എന്താ വെച്ചാൽ അതിൻ്റെ ഇട്ടോ. ഓ, വാഷിംഗ് മെഷീൻ അലക്കല് അതെന്താ നിനക്ക് തച്ച് നനച്ചൂടെ? ഇവിടെ അലക്കലില്ലേ? എന്തിനാ തുണി കൊള്ളുക വാഷിംഗ് മെഷീൻ നനച്ചാല്? അമ്മ, എനിക്ക് പുറത്തുനിന്ന് അലക്കാനൊന്നും സമയം കിട്ടിയില്ല. രാവിലെ പോയാൽ പിന്നെ സന്ധ്യക്കാണ് ഞാൻ കയറി വരില്ല. അമ്മ കാണുന്ന തന്നെയല്ലേ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലീവുള്ള ദിവസം ജസ്റ്റ് ഒന്ന് കഴുകിയിടും പുറത്തുനിന്ന്. അല്ലാണ്ട് എനിക്ക് എപ്പോഴും അലക്കാനൊന്നും സമയമില്ല. ഞാൻ വാഷിംഗ് മെഷീൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയെല്ലാം പറഞ്ഞാൽ എങ്ങനെയപ്പോൾ ശരിയാവുക? തുണി അലക്ക് കല്ലിൽ അലക്കിയിട്ട് നല്ല വൃത്തിയിൽ അത് ഉണക്കി മടക്കി വെക്കണം. അങ്ങനെയല്ലേ സാധാരണ പെണ്ണുങ്ങളെല്ലാം ചെയ്യുക. പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണിയല്ലേ ഇതെല്ലാം. എടാ, ഇവക്ക് ഇതെല്ലാം കല്ലുമ്മലിട്ട് അലക്കിക്കൂടെ? ഒരു മെഷീനിൽ കൊണ്ടിട്ട് കൊടുക്കാൻ നീയും. എന്നാ അമ്മ ഇതിലും കുഴപ്പമാക്കണ്ട്.
ഓള് ജോലിക്ക് പോകുന്നില്ലേ, ജോലിക്ക് പോയി വന്നതിന് ശേഷം അലക്കാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. ഇപ്പം എല്ലാവരും വാഷിംഗ് മെഷീൻ തന്നെ അലക്കൽ. പണ്ടത്തെ പോലെ അലക്കലിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാ? ഇനി അമ്മയുടെ ഡ്രസ്സ് വാഷിംഗ് മെഷീനിട്ട് അലക്കണ്ടെങ്കിൽ കുഴപ്പമില്ല, പുറത്ത് അലക്കും കല്ലുണ്ട്, അതിൽ അമ്മ അലക്കിക്കോ. നീയും കണക്കന്നെ, ഓളും കണക്കന്നെ. നടക്കട്ടെ നടക്കട്ടെ. ആ പ്രിയേ, ഇതിൽ കുറച്ച് കുരുമുളകിൻ്റെ കുഴപ്പമുണ്ട്. ആ കുരുമുളക് നിന്നിട്ട് കുറച്ച് ഇതിലിട്ടോ. മതി 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 മതി. കുഴപ്പമില്ല. അല്ലപ്പാ, ഞാനെന്നാ ഈ കാണുന്നു, നീയാ കറി വെക്കുന്നു? ഇവിടെ അങ്ങനെ തന്നെയാണ് അമ്മേ, നമ്മളെ രണ്ടാളും കൂടി തന്നെ കുക്ക് ചെയ്ത്. നല്ല കാര്യമായി. അടുക്കളപ്പണി നീയാ എടുക്കുന്നു? നിന്നെ ഞാൻ എങ്ങനെ വളർത്തിയതാടാ. ഒരടുക്കളയിൽ കയറാൻ ഞാൻ വിട്ടിനാ. ഇപ്പം നീ എന്നെ ചോറും കറിയും എല്ലാം നീ എന്നെ വെക്കുന്ന. അയ്യോ, ഇതെന്തൊരു കഷ്ടാന്ന് കാണുമ്പോൾ. അമ്മ എന്നാ പറയുന്നത്? ഇന്നത്തെ കാലത്ത് എങ്ങനെയും ചിന്തിക്കുന്നവരുണ്ടാ? ഇതൊന്നും ബോറം പരിപാടിയൊന്നുമല്ല. അമ്മ ഇങ്ങ് വന്നേ, ഇവിടെ ഇരുന്നേ. അമ്മേ, സത്യം പറഞ്ഞാൽ അമ്മ വീട്ടിലെ ജോലിയൊക്കെ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ അത് ഷെയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ആഗ്രഹിച്ചിരുന്നില്ലേ? ഒരു ദിവസമെങ്കിലും ജോലിയൊന്നും ചെയ്യാണ്ട് വിശ്രമിക്കണമെന്ന് അമ്മ ആഗ്രഹിച്ചിട്ടില്ലേ? എൻ്റെ ചെറുപ്പം മുതലേ വീട്ടിലെ എല്ലാ ജോലികളും അമ്മ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അച്ഛൻ അമ്മയെ സഹായിക്കാൻ വരാത്തതെന്ന്. എല്ലാ ജോലിയും പെണ്ണുങ്ങളെ ഏൽപ്പിച്ച് നമ്മൾ മാത്രം മാറി നിൽക്കുമ്പോൾ അതൊരു മോശമല്ല അമ്മേ. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരാകുമ്പോൾ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ പരസ്പര സ്നേഹവും ബഹുമാനവും കൂടുകയുള്ളൂ. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയെങ്കിലും അമ്മയുടെ മനസ്സിലുള്ള ഈ പഴഞ്ചൻ ചിന്താഗതികളൊക്കെ മാറണം. കാലം മാറി, എല്ലാവർക്കും ഷെയർ ചെയ്യാം, അത്രേ ഉള്ളൂ അമ്മ കാര്യം. എന്നാ ശരി മക്കളെ, ഞാൻ പോയിട്ട് വരാം. മോനെ, നീ പറഞ്ഞത് ശരിയാന്ന്. അമ്മ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. നീ പറഞ്ഞതാ ശരി. ചില സമയത്ത് മക്കൾ പറയുന്നതിൽ നിന്നും കാര്യമുണ്ട്, അവരിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ടാവും. മോളെ, അമ്മക്ക് കുറേ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം ശരിയായി. നീ ഓനെ കൊണ്ട് പണിയെല്ലാം എടുപ്പിച്ചോ. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. അമ്മക്ക് എന്നാലും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഇല്ല മോളെ, ഇപ്പം ഞാൻ പോന്നു. ഇനി ഏതായാലും ഓണത്തിന് വരാം അച്ഛനെയും കൂട്ടിയിട്ട്. എന്നിട്ട് നമുക്ക് 4 കൂടിയിട്ട് സദ്യയെല്ലാം ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് ഓണാഘോഷിക്കാം കേട്ടാ. എന്നാൽ ശരി, കാണാം.